നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കുകയാണ്. സെയിം മെത്തേഡ് തന്നെയാണ്, ഇന്നലെ ചെയ്ത പോലെ ലംസം പേയ്മെന്റ് മെത്തേഡ് തന്നെയാണ് ഇവിടെയും. അതുകൊണ്ട് ഇവിടെ ഓൾറെഡി അവർ തന്നിരിക്കുന്ന പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണെന്ന് നമുക്ക് നോക്കാം. പർച്ചേസ് കൺസിഡറേഷൻ രണ്ട് കമ്പനി സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ കമ്പനിയുടെയും പർച്ചേസ് കൺസിഡറേഷൻ അവർ പറയുന്നത് 4 lakh എക്സ് ആൻഡ് കമ്പനി കണ്ടോ, 2 lakh വൈ ആൻഡ് കമ്പനി, രണ്ടുപേരുടെയും പർച്ചേസ് കൺസിഡറേഷൻ. അപ്പൊ നമ്മളിവിടെ പ്രോബ്ലത്തിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇതെന്തായിരുന്നു പ്രോബ്ലം? അമാൽഗമേഷൻ ആണ്. എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് കമ്പനി ഉണ്ട്. രണ്ടും കൂടി അമാൽഗമേറ്റ് ചെയ്തിട്ട് പുതിയ കമ്പനി ഫോം ചെയ്യാൻ പോവാണ്. പുതിയ കമ്പനിയുടെ പേര് എക്സ് വൈ ആണ്. ഇവിടെ പറയുന്നുണ്ട് ന്യൂ കമ്പനി എക്സ് വൈ ആണ് ഫോം ചെയ്യുന്നത്. അവരുടെ ക്യാപിറ്റല്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10 lakh ആണ്. 10 രൂപയാണ് കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ. രണ്ട് കമ്പനിയും കൂടി അമാൽഗമേറ്റ് ചെയ്തിട്ട് അങ്ങനെ വരും. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കലാണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, എക്സ് എന്ന കമ്പനിയുടെ പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണ്? 4 lakh ആണെന്ന് തന്നിട്ടുണ്ട്. വൈ എന്ന കമ്പനിയുടെ പർച്ചേസ് കൺസിഡറേഷൻ 2 lakh ആണ്. അപ്പൊ പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് ഓൾറെഡി തന്നേക്കുന്നതുകൊണ്ട് ഇനി നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇനി നേരെ പോയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യലാണ്. എക്സ് എന്ന കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ എല്ലാ അസറ്റുകളും കൂടി, എല്ലാ അസറ്റ് എടുത്തിട്ട് ഡെബിറ്റിൽ എഴുതുക. ടേക്കൺ ഓവർ ചെയ്യുന്ന ലൈബിലിറ്റി എടുത്ത് ക്രെഡിറ്റ് ചെയ്യുക. പർച്ചേസ് കൺസിഡറേഷൻ ക്രെഡിറ്റ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ലാഭം അല്ലെങ്കിൽ നഷ്ടം. ഇതാണ് സ്റ്റെപ്പ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അസറ്റ്സ് നോക്കാം. കണ്ടാ, ഇൻടാഞ്ചിബിൾ അസറ്റും ടാഞ്ചിബിൾ അസറ്റും ഉണ്ട്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് ഉണ്ട്. ഇത് മൂന്നും എഴുതുക. ലൈബിലിറ്റിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയേ. ഒരു ലോങ് ടേം ബോറോയിങ് ഉണ്ട്, ട്രേഡ് പേയബിൾ ഉണ്ട്. ഇത് രണ്ടും എഴുതൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് രണ്ടും എങ്ങോട്ടേക്ക് എഴുതുന്നത്? ക്യാപിറ്റൽ, ഷെയർ ഹോൾഡർ അക്കൗണ്ടിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് എന്ന കമ്പനിയുടെ റിയലൈസേഷൻ നോക്കിക്കോ നിങ്ങള്. ഗുഡ് വില്ല്, സൺട്രി അസറ്റ്, ബാങ്ക്. ശരിയല്ലേ മക്കളെ ഞാൻ ഇവിടെ പറഞ്ഞത്? ഗുഡ് വില്ല്, സൺട്രി അസറ്റ്, ബാങ്ക്. ഇനി ലൈബിലിറ്റി സൈഡിലോട്ട് ഈ 1 lakh 50 വരും. 1 lakh 50 വരും. പിന്നെ വരേണ്ടത് പർച്ചേസ് കൺസിഡറേഷൻ അല്ലേ? എക്സിന്റെ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടല്ലോ. എത്രയായിരുന്നു? 4 lakh. അതും കൂടി ഇവിടെ എഴുതി. ബാലൻസ് ചെയ്തപ്പോ 20,000 പ്രോഫിറ്റ്. ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാടിക്കളിക്കൂലേ, ഒരു 4 ചാട്ടം ചാടുമല്ലോ. എങ്ങോട്ടേക്കാണ്? എക്സ് ലിമിറ്റഡില് 4 lakh റിയലൈസേഷനിൽ 4 lakh എന്ന് എഴുതിയില്ലേ? അപ്പോ എക്സ് വൈയില് റിയലൈസേഷൻ എന്ന് പറഞ്ഞ് എഴുതണം. എക്സ് വൈയില് റിയലൈസേഷൻ. ഇവർ ആ അക്കൗണ്ട്, ആ ചാടുന്ന ലെഡ്ജർ ഇവര് വരച്ചിട്ടില്ല കേട്ടാ. അത് നിങ്ങൾ ചെയ്താൽ മതി. അത് ഞാനിപ്പോ വേണേ ഇപ്പുറത്ത് കാണിച്ചു തരാം. ഇതെടുത്ത് ചെയ്യാത്തതുകൊണ്ട് ഞാനത് എക്സ്ട്രാ ആ ചാട്ടം ഞാൻ ഇവിടെ വേറെ വരയ്ക്കാം. അവര് ചെയ്തിട്ടില്ല അത്. ഒന്ന്, അത് 2 ലെഡ്ജറും കൂടി എക്സ്ട്രാ വേണമല്ലോ. 3 എണ്ണം ഉണ്ട്. മൂന്നാമത്തത് അവർ വരച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ്? എക്സ് വൈ ലിമിറ്റഡും ഷെയർസ് ഇൻ എക്സ് വൈ ലിമിറ്റഡ്. അപ്പൊ നോക്കിയ മക്കളെ, റിയലൈസേഷനിൽ എക്സ് വൈ എന്ന് പറഞ്ഞ 4 ലക്ഷം. അപ്പൊ എക്സ് വൈയില് റിയലൈസേഷൻ എന്ന് പറഞ്ഞ് 4 ലക്ഷം. അപ്പൊ ഇവിടെ നിന്ന് ആൾ ഇവിടെ എത്തി.
ഇനി എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് എന്തെന്ന് എഴുതും? ഷെയർസ് ഇൻ XY ലിമിറ്റഡ് എന്ന് പറഞ്ഞ് 4 ലക്ഷം എഴുതും. അപ്പൊ ഈ അക്കൗണ്ട് ക്ലോസ് ആയി. ഇനി ഇവൻ ചാടി ഇങ്ങോട്ട് വരൂലേ? അപ്പൊ ഇവിടെ എന്തെന്ന് പറഞ്ഞ എഴുതുന്നത്? XY ലിമിറ്റഡ് എന്ന് പറഞ്ഞ് 4 ലക്ഷം. എന്നിട്ട് ഇത് ആർക്ക് കൊടുക്കും? ഷെയർ ഹോൾഡറിന് കൊടുക്കും 4 ലക്ഷം. അപ്പൊ ഈ അക്കൗണ്ടും ക്ലോസ് ആയി. ഇനി ഇത് നേരെ എവിടെ പോകും? ഷെയർ ഹോൾഡറിന്റെ ഡെബിറ്റിലോട്ട് പോകും. അത് ഇവർ വരച്ചിട്ടുണ്ടാവും. ഷെയർ ഹോൾഡറിന്റെ ഡെബിറ്റിലോട്ട് വരും. എന്തെന്ന് പറഞ്ഞു വരും? ഷെയർസിൽ എന്ന് പറയും. പിന്നെ ഇത് ഷെയർ ക്യാപിറ്റലും റിസർവും P&L. ഇത് എവിടെ നിന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിൽ പോയി നോക്കുക. ഈ 3 ലക്ഷം. പിന്നെ റിസോഴ്സ് ആൻഡ് സർപ്ലസ് 80,000 ഇല്ലേ? അതിവിടെ മണ്ണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ നോട്ട്സ് അക്കൗണ്ട് ഉണ്ടാവും. അപ്പൊ നോട്ട്സ് അക്കൗണ്ടിൽ പോയിട്ട് നോക്കാം. ആദ്യം ആ 3 ലക്ഷം ഷെയർ ക്യാപിറ്റൽ എഴുതിക്കണ്ട. പിന്നെ റിസോഴ്സിൽ കണ്ട അതേ കിടക്കണേ. ഇത് ക്രെഡിറ്റ് സൈഡില് ജനറൽ റിസർവ് എന്ന് പറഞ്ഞു. ഇത് P&L എന്ന് പറഞ്ഞു ക്രെഡിറ്റ് സൈഡില്. പക്ഷെ ഇത് നെഗറ്റീവ് ബാലൻസ് ആണ് കണ്ടത്. ബ്രാക്കറ്റ് ഇട്ടേക്കണ വളരെ ബ്രാക്കറ്റ് ഇട്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നെഗറ്റീവ് ബാലൻസ് എന്നാണ്. അപ്പൊ നെഗറ്റീവ് ബാലൻസ് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഡെബിറ്റ് സൈഡിലാണ് 20,000 കാണിക്കേണ്ടത്. കണ്ടാ 50,000 ഇവിടെ എഴുതി. ആ നെഗറ്റീവ് ഡെബിറ്റ് സൈഡിലോട്ട് വരും. പിന്നെന്താണ് നമ്മുടെ റിയലൈസേഷന്റെ ഈ പ്രോഫിറ്റ് ഇങ്ങോട്ട് വരുന്നത്? കണ്ട 20. ഇവിടെ ഡെബിറ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് ഇവിടെ എന്തായി? ക്രെഡിറ്റ് ആയി. ഇതോടുകൂടി ഈ അക്കൗണ്ട് ക്ലോസ് ആവും. എന്താ ടാലി ആയി പോകും. അങ്ങനെ എക്സ് എന്ന കമ്പനി ക്ലോസ് ആയി. സെയിം വേ തന്നെ നമ്മൾ വൈയുടെയും ചെയ്യാം. കണ്ടാ നോക്കിക്കോട്ടാ. വൈഡ് അസറ്റ്, ബാങ്ക്, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റർ, പർച്ചേസ് കൺസിഡറേഷൻ. ബാലൻസ് ചെയ്തപ്പോ ഇപ്പുറത്തേക്കാണ് കേട്ടോ വന്നത്. നഷ്ടമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. കണ്ടാ പിള്ളേരെ? ഡെബിറ്റ് സൈഡിൽ 2,10,000 അതുകൊണ്ട് 10,000 രൂപ ക്യാഷ് ബാലൻസും ഉണ്ട്. പിന്നെ ഈ 10,000 രൂപ ക്രെഡിറ്റ് സൈഡിലും കാണിച്ചിട്ടുണ്ടാവും. ശരിയല്ലേ? 2,10,000 കണ്ടാ 10,000 ഇപ്പുറത്തും 10,000. പിന്നെന്താ ചെയ്യേണ്ടത്? പർച്ചേസ് കൺസിഡറേഷൻ അല്ലേ? 2 ലക്ഷം രൂപ പർച്ചേസ് കൺസിഡറേഷൻ. ബാലൻസ് ചെയ്തപ്പോ 10,000 രൂപ ലോസ് വന്നു. ഇനി ഇവിടെയും അതേപോലെ ചാടുവട്ടാ. സെയിം ചാട്ടം ഇവിടെയും ചാടും. എന്തെന്ന് പറഞ്ഞായിരിക്കും ചാടുന്നത്? ഈ 2 ലക്ഷമാണ് ചാടാൻ പോണത്. അപ്പൊ ചാടുന്നത് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? നേരത്തെ വരച്ച കഴിയുമ്പോൾ തന്നെ വരയ്ക്കാൻ പോവാ. കണ്ടാ ഈ 4 ലക്ഷത്തിന് പകരം അവിടെ 2 ലക്ഷം ആകും. അത്ര വ്യത്യാസമുള്ളൂ അല്ലെ? ആദ്യത്തെ ചാട്ടം എന്താണ്? എക്സ് ലിമിറ്റഡ് തന്നെ എഴുതണേ 2 ലക്ഷം. ഇപ്പുറത്ത് 2 ലക്ഷം ആവും. ഷെയർസ് ഇൻ എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? 2 ലക്ഷം 2 ലക്ഷം. എന്നിട്ട് ഈ 2 ലക്ഷം പോയിട്ട് എന്ത് വരും? ഷെയർ ഹോൾഡറിലോട്ട് പോകും അല്ലെ? അപ്പൊ ഇവരുടെ ഷെയർ ഹോൾഡറിലേക്ക് 2 ലക്ഷം വരും. കണ്ട. പിന്നെ ഷെയർ ക്യാപിറ്റൽ, ബാലൻസ് ഷീറ്റിലുള്ള ഷെയർ ക്യാപിറ്റൽ കണ്ട മക്കളെ? ബാലൻസ് ഷീറ്റ്. പിന്നെ റിസോഴ്സ് ആൻഡ് സർപ്ലസ് നെറ്റ് ആണ് 10. നോട്ട്സ് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് നോട്ട്സ് അക്കൗണ്ട് നോക്കിയിട്ട് വേണം. സ്പ്ലിറ്റ് അപ്പ് തന്നെ വേണം അങ്ങോട്ടേക്ക് എഴുതാൻ. ആ ബാലൻസ് എല്ലാം എഴുതേണ്ടത്. കണ്ട? അപ്പൊ എന്തെന്ന് എഴുതും? ക്രെഡിറ്റ് സൈഡില് ജനറൽ റിസർവ് എഴുതും. 20,000 P&L ക്രെഡിറ്റ് സൈഡ് എഴുതും. ഇത് രണ്ടും നെഗറ്റീവ് ആണ് ട്ടാ. കണ്ട? നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോ ഇതുമേൽ ഇട്ടേക്കണ ബ്രാക്കറ്റ് അല്ല കേട്ടോ, അവർ ഇട്ടേക്കണ ബ്രാക്കറ്റ് ആണ് ഒറിജിനൽ ബ്രാക്കറ്റ്. അപ്പൊ ഇതെന്താണ് ചെയ്യേണ്ടത്? ഇത് രണ്ടും എന്റെ പിള്ളേരെ, ഇത് രണ്ടും ഡെബിറ്റ് സൈഡിലും ഇത് രണ്ടും ക്രെഡിറ്റ് സൈഡിലും. കണ്ട? ജനറൽ റിസർവ് P&L ഡെബിറ്റ് സൈഡിലും പ്രിലിമിനറി എക്സ്പെൻസും ഡിസ്കൗണ്ടും, സോറി, ജനറൽ റിസർവ് P&L ക്രെഡിറ്റ് സൈഡിലും, പ്രിലിമിനറി എക്സ്പെൻസും ഡിസ്കൗണ്ടും ഡെബിറ്റ് സൈഡിലും.
പിന്നെ നമുക്ക് ഇവിടെ കിട്ടിയൊരു നഷ്ടമില്ലേ മക്കളെ, അത് ഇവിടെ ക്രെഡിറ്റ് ആയതുകൊണ്ട് ഇവിടെ വന്നിട്ട് അതെന്താവും, ഡെബിറ്റ് ആവും. അപ്പൊ ഇത് ടാലി ആയി പോവും. അങ്ങനെ Y ലിമിറ്റഡും ക്ലോസ്. ഈ പുതിയ കമ്പനിയിൽ ഇന്നലെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതിന്റെ എൻട്രി എഴുതാനായിട്ട്. എന്തായിരിക്കും എൻട്രി? ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ലിക്വിഡേറ്റർ ഓഫ് എക്സ്, ലിക്വിഡേറ്റർ ഓഫ് വൈ. 6 ലക്ഷം രൂപയ്ക്കല്ലേ രണ്ടും കൂടി മേടിച്ചത്. എക്സ് എന്ന കമ്പനിക്ക് 4 ലക്ഷം, വൈ എന്ന കമ്പനിക്ക് 2 ലക്ഷം. ഇനി എക്സ് എന്ന കമ്പനിയുടെ അസറ്റ് 4 ലക്ഷം രൂപയുടെ അസറ്റ് മേടിച്ചു, 30,000 രൂപയുടെ ബാങ്ക് ബാലൻസ് എടുത്തു, 1 ലക്ഷത്തിന്റെ ഡിബഞ്ചർ കൊടുത്തു, 50,000 ക്രെഡിറ്റർ കൊടുത്തു, ബിസിനസ് പർച്ചേസ് 4 ലക്ഷം എഴുതി. എന്നിട്ട് ഡെബിറ്റും ക്രെഡിറ്റും തമ്മിൽ ടാലി ആണോ നോക്കി. ഇവിടെ പഴയ കമ്പനിയുടെ ഗുഡ് ബില്ല് നമ്മൾ ഇവിടെ എഴുതൂല കേട്ടാ. പഴയ കമ്പനിയുടെ ഗുഡ് ബില്ല് എഴുതാതെ ബാലൻസ് ചെയ്ത് കിട്ടുന്ന ഗുഡ് ബില്ല് എഴുതിയാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, പഴയ കമ്പനിയിൽ നമ്മൾ ഗുഡ് ബില്ല് ഉണ്ടെങ്കിൽ ആ ഗുഡ് ബില്ല് ഇവിടെ കൊണ്ടുവന്ന് എഴുതണ്ട. ബാക്കിയുള്ള അസറ്റുകളും ലൈബിലിറ്റികളും എഴുതിയിട്ട് ബാലൻസ് ചെയ്തിട്ട് ആ വന്ന ഫിഗർ ഗുഡ് ബില്ലായിട്ട് എഴുതിയാൽ മതി. അപ്പൊ ബാലൻസ് ചെയ്യുമ്പോൾ 1,20,000 ആവും. നിങ്ങൾ നോക്കിയേ, പഴയ ഗുഡ് ബില്ല് ശരിക്കും 1 ലക്ഷം കൊണ്ടല്ലേ ഉള്ളൂ. പഴയ ഗുഡ് ബില്ല് നോക്കട്ടെ, കണ്ട 1 ലക്ഷം ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഓർക്ക് 1,20,000. ഇപ്പൊ 1,20,000 എന്ന് വെച്ചാൽ ഡിഫറൻസിന്റെ 20 കൂടി വന്നു. നിങ്ങൾ അല്ലാണ്ട് ഇവിടെ ഗുഡ് ബില്ല് എന്ന് എഴുതിയാൽ വീണ്ടും ഒരു 20,000 താഴെ ബാലൻസ് വരും. അപ്പൊ വീണ്ടും ഗുഡ് ബില്ല് എന്ന് എഴുതാം. അപ്പൊ ഗുഡ് ബില്ല് 2 പ്രാവശ്യം എഴുതേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഗുഡ് ബില്ല് മാത്രം ബാലൻസ് ചെയ്തിട്ട് ആ ഫിഗർ അങ്ങ് എഴുതിയാൽ മതി. പിന്നെ ലിക്വിഡേറ്റർ ഓഫ് എക്സ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ, അത് ഷെയർ കൊടുക്കുന്നത്. ഇനി പഴയ ഡിബഞ്ചർ അക്കൗണ്ട് ടു പുതിയ ഡിബഞ്ചർ, അങ്ങനെ ഒരു എൻട്രി എഴുതിക്കൊള്ളട്ടെ. ഡിബഞ്ചർ ഉണ്ടെങ്കിൽ പഴയ ഡിബഞ്ചർ 8% ആണ്, അത് ക്യാൻസൽ ചെയ്തു. പകരം പുതിയ ഡിബഞ്ചർ 10% കൊടുക്കുന്നുണ്ട്. അപ്പൊ പഴയ ഡിബഞ്ചർ പുതിയ കമ്പനി എടുത്തിട്ട് അതിന് പകരം നമ്മുടെ കമ്പനി പുതിയ കമ്പനിയുടെ ഡിബഞ്ചർ കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കണ്ട പിള്ളേരെ, പഴയ ഡിബഞ്ചർ നമ്മൾ എടുത്തിട്ട് അതിന് പകരം 1 ലക്ഷത്തിന്റെ പുതിയ ഡിബഞ്ചർ കൊടുക്കുന്നുണ്ട് എന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ പഴയ ഡിബഞ്ചർ എന്താണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റിൽ പറയും. ഇവിടെ ശരിക്കും പറഞ്ഞ ബ്രാക്കറ്റിൽ ഡിബഞ്ചർ എന്ന് പറയണോ കേട്ടാ, 8% എന്ന് അവര് തരാൻ വിട്ടുപോയതാണ്. ഡിബഞ്ചർ 8%. അപ്പൊ പഴയ ഡിബഞ്ചർ 8% ആണ്. അപ്പൊ അതിന് പകരം പുതിയ ഡിബഞ്ചർ കൊടുക്കുമ്പോൾ പഴയ ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യുന്ന എൻട്രിയാണ് 8% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റ. പഴയ ഡിബഞ്ചർ 8% ഡിബഞ്ചർ ഇൻ എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ, അത് പഴയ ഡിബഞ്ചർ ആണ്. 10% ഡിബഞ്ചർ, പുതിയ ഡിബഞ്ചർ കൊടുത്തു, പഴയത് ക്യാൻസൽ ചെയ്ത് പുതിയത് കൊടുത്തു. ഇപ്പൊ ഒന്നാമത്തെ കമ്പനിക്ക് സെറ്റിൽ ചെയ്തു. ഇനി രണ്ടാമത്തെ കമ്പനിയുടെ അസറ്റ് എത്രയാ? 2,10,000. ബാങ്ക് ബാലൻസ് എത്രയാണ്? 10. സൺട്രി ക്രെഡിറ്റർ എത്രയാണ്? 10. പർച്ചേസ് കൺസിഡറേഷൻ 2 lakh. ഇനി ഡെബിറ്റും ക്രെഡിറ്റും നോക്കുമ്പോൾ ഇപ്പുറത്താണ് വ്യത്യാസം. അപ്പൊ അതിനെന്തെന്ന് എഴുതി? ക്യാപിറ്റൽ റിസർവ്. കണ്ട, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഗുഡ് ബിൽ അല്ലേ, അല്ല മോളിൽ ഗുഡ് ബിൽ അല്ലേ കിട്ടിയത്. ഡെബിറ്റിലാണ് ഡിഫറൻസ് വരികയാണെങ്കിൽ അതിന് എന്തെന്ന് എഴുതും? ഗുഡ് ബിൽ. ക്രെഡിറ്റിലാണ് ഡിഫറൻസ് വരികയാണെങ്കിൽ അതിനെന്ത് ചെയ്യും? ക്യാപിറ്റൽ റിസർവ്. ഇങ്ങനെ കാണിച്ചിരിക്കും. 2 ലക്ഷം രൂപ കൊടുത്തു. ഇനി പുതിയ കമ്പനി രൂപീകരിക്കാൻ വേണ്ടി ഒരു 3,000 രൂപ ചെലവ് വന്നെന്ന് പറയുന്നുണ്ട്. എവിടെ വന്നെന്നാണ് പറയണ? അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ? നിർത്താൻ വേണ്ടി ഒരു 3,000 രൂപ ചെലവായിരുന്നു. കണ്ട, ഫോർമേഷൻ എക്സ്പെൻസ് 3,000. അപ്പൊ ആ ചെലവ് നടത്തണ്ടേ? അപ്പൊ അത് കൊടുക്കുന്ന എൻട്രി ആണ് എന്തെന്ന്? ഫോർമേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ടു ബാങ്ക്. ഇത് ഇങ്ങനെ എൻട്രി എഴുതി കഴിഞ്ഞാൽ പുതിയ ബാലൻസ് ഷീറ്റിൽ ആ സൊസൈറ്റി കാണിക്കണം. എക്സ്പെൻസ് കൊണ്ട് ആ സൊസൈറ്റി കൊണ്ട് കാണിക്കുന്ന അത്ര നല്ല ഏർപ്പാടല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടിയ ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, ഈ 10,000 രൂപ, അത് പ്രോഫിറ്റ് അല്ലേ. അപ്പൊ ഈ പ്രോഫിറ്റിൽ നിന്ന് ഈ ലോസ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എൻട്രി ആണ് ഇവിടെ. ക്യാപിറ്റൽ റിസർവ് ക്രെഡിറ്റ് ആണല്ലോ, ക്രെഡിറ്റ് ഇവിടെ കണ്ടത് ക്യാപിറ്റൽ റിസർവ് ക്രെഡിറ്റ് ആണ്. ആ ക്രെഡിറ്റ് കൊണ്ട് ഇവിടെ ഡെബിറ്റ് ആക്കി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ 10,000 നിന്ന് നമ്മൾ ക്യാപിറ്റൽ റിസർവ് എടുത്തിട്ട് ഈ ഫോർമേഷൻ എക്സ്പെൻസ് ക്യാൻസൽ ചെയ്ത് മതി. അപ്പൊ ഇവിടെ ഫോർമേഷൻ എക്സ്പെൻസ് ഡെബിറ്റ് ആണ്, ഇവിടെ ഫോർമേഷൻ എക്സ്പെൻസ് ക്രെഡിറ്റ് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഡെബിറ്റും ക്രെഡിറ്റും കൂടി ആയി ഇതെന്താവും? ഈ 3,000 രൂപയുടെ എഫക്ട് എടുത്ത് പോകും. അപ്പൊ ഇനി പുതിയ ബാലൻസ് ഷീറ്റിൽ ആ 3,000 രൂപ നമ്മൾ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തായിരിക്കും എൻട്രി? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ടു ഫോർമേഷൻ.
ഫോർമേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? ഫോർമേഷൻ എക്സ്പെൻസ് കൊണ്ടിട്ട് ബാങ്ക്. അത് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ റിസർവ് ഉണ്ടെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യാം. അപ്പൊ റൈറ്റ് ഓഫ് ചെയ്യണ എൻട്രി എന്താണ്? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ടു ഫോർമേഷൻ എക്സ്പെൻസ്. ഇനി ഇത് കൂടാതെ ഇനി 7000 രൂപ ക്യാപിറ്റൽ റിസർവിൽ ബാക്കിയുണ്ടല്ല, അത് നമ്മുടെ ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കാം. കാരണം ബിസിനസ്സിൽ ഗുഡ് വില്ല് കാണിക്കുന്ന അത്ര നല്ല ഏർപ്പാടല്ല. ഇപ്പൊ ബിസിനസ്സിൽ ഗുഡ് വില്ല് ഉണ്ടല്ലോ 1,20,000 ബിസിനസ്സിൽ ഇപ്പൊ ഗുഡ് വില്ല് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണ്ടേ? അപ്പോ ക്യാപിറ്റൽ റിസർവ് ലൈബിലിറ്റി സൈഡിൽ 7000 ബാക്കിയുള്ളത് കാണിക്കണ്ടേ? പിള്ളേരെ പറഞ്ഞുതരാം. ഇപ്പൊ ഗുഡ് വിൽ എന്നും പറഞ്ഞ് ബിസിനസ്സിൽ 1,20,000 ഉണ്ട്. ഫോർമേഷൻ എക്സ്പെൻസ് എന്നും പറഞ്ഞ് ഇപ്പൊ ഒരു 3000 ഉണ്ട്. ഇത് സാധാരണഗതിയിൽ നമ്മൾ ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ ഇത് രണ്ടും കൊണ്ടുപോയിട്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റിൽ കാണിക്കണം. പക്ഷേ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുന്നവര് ഗുഡ് വിൽ എന്ന് പറഞ്ഞ ഒരു ഐറ്റവും ഫോർമേഷൻ എക്സ്പെൻസ് എന്ന ഐറ്റവും ബാലൻസ് ഷീറ്റിൽ കിടക്കണ കണ്ടു കഴിഞ്ഞാൽ ബിസിനസ് മോശം ബിസിനസ് ആണെന്ന് വിചാരിക്കും. പക്ഷെ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്ന 10,000 രൂപ രണ്ടാമത്തെ കമ്പനിയിൽ, ഇത് നമുക്ക് പ്രോഫിറ്റ് ആണ്. ഇത് കമ്പനിയിൽ കാണിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇത് കൊണ്ടുപോയി ലൈബിലിറ്റി സൈഡിൽ ലാഭവും ഈ 3000 കൊണ്ടേ നഷ്ടം എന്നും പറഞ്ഞ് അസറ്റ് സൈഡിൽ എഴുതിയാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പൊ അതിലും ഭേദം ഈ നഷ്ടം പരമാവധി പെട്ടെന്ന് ഇല്ലാണ്ടാക്കാൻ നോക്കണം. അപ്പൊ അസറ്റ് സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു നഷ്ടം ഇല്ലാണ്ടാക്കണമെങ്കിൽ അതിന് തുല്യമായ ലൈബിലിറ്റി സൈഡിൽ നിന്ന് എന്തെങ്കിലും കളഞ്ഞേ പറ്റൂ. അപ്പൊ അസറ്റിൽ നിന്നും ഈ 3000 ഞാനിത് ബാലൻസ് ഷീറ്റിന്റെ ഫോമിൽ എഴുതി കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. വെർട്ടിക്കൽ ഫോം അല്ല കേട്ടോ, നമ്മൾ പഴയ രീതിയിലുള്ള ബാലൻസ് ഷീറ്റിൽ ഇപ്പൊ ഗുഡ് വിൽ എന്ന് പറഞ്ഞ 1,20,000 രൂപ അസറ്റ് സൈഡിൽ കാണിക്കണം. ഫോർമേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് 3000 അസറ്റ് സൈഡിൽ കാണിക്കണം. ക്യാപിറ്റൽ റിസർവ് എന്നും പറഞ്ഞ് 10,000 രൂപ രണ്ടാമത്തെ കമ്പനി മേടിച്ചെടുത്തപ്പോ കമ്പനിക്ക് ലാഭമാണ്, അത് ലൈബിലിറ്റി സൈഡിലും കാണിക്കണം. ഇത് അസറ്റ്, ഇത് ലൈബിലിറ്റി. ഇതിൽ ഈ രണ്ടും ഇവിടെ കാണിക്കുന്നത് നമുക്ക് നഷ്ടം മോശം. അപ്പൊ പരമാവധി ഈ 3000 നമ്മൾ ഇവിടുന്ന് കളയാം. അപ്പൊ അതിന് ഇവിടെ നിന്ന് 3000 എടുത്ത് കളഞ്ഞാൽ പറയാം. അപ്പൊ ഈ 10,000 ലാഭത്തിൽ നിന്ന് 3000 ലാഭം എടുത്തു, അല്ല 3000 നഷ്ടം നികത്താൻ എടുത്തു. അപ്പൊ ഇനി അതിനകത്ത് ബാക്കി എത്രയുണ്ട്? 7000. ഈ എൻട്രി ആണ് നിങ്ങൾ എഴുതിയത് എന്തെന്ന്? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ടു ഫോർമേഷൻ എക്സ്പെൻസ്. അപ്പൊ ഫോർമേഷൻ എക്സ്പെൻസ് അപ്പൊ ഇനി പുതിയ ബാലൻസ് ഷീറ്റ് കാണിക്കണ്ട. പുതിയ ബാലൻസ് ഷീറ്റ് ഇനി ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ ഇനി 10 കാണിക്കാൻ പറ്റില്ല, ഇനി 7 ഉള്ളൂ. കാരണം അതിൽ നിന്ന് 3000 രൂപ എടുത്ത് പോയി. ഇനി ഒരു 7 കൂടി ഉണ്ടല്ലോ. ഈ 7 ഇവിടെ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ഗുഡ് വില്ലിന്റെ എമൗണ്ട് നമുക്ക് 1,20,000 എന്നുള്ളത് കുറയ്ക്കാം. ഇതിൽ നിന്ന് ഈ 7 കട്ട് ചെയ്തിട്ട് അത് ഇതിൽ നിന്ന് എടുത്ത് റൈറ്റ് ഓഫ് ചെയ്ത് കളയും. അപ്പൊ ഇനി ഗുഡ് വിൽ എത്രയുള്ളൂ? 1,13. അപ്പൊ പുതിയ ബാലൻസ് ഷീറ്റിൽ ഇനി ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എത്ര കാണിച്ചാൽ മതി? 1,13 കാണിച്ചാൽ മതി. കാരണം 1,20 കാണിക്കുന്നേക്കാൾ നല്ലല്ലോ 1,13. ഗുഡ് വില്ലിന്റെ വില പരമാവധി കുറയ്ക്കുന്നത് ബിസിനസ്സിന് നല്ലതാണ്. അപ്പൊ അങ്ങനെ ഗുഡ് വില്ല് കുറച്ച് കളയാനുള്ള എൻട്രി ആണ് നിങ്ങൾ അവസാനം പഠിച്ചത്. കണ്ട, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഗുഡ് വിൽ 7000. ഇതോടുകൂടി എൻട്രികളെല്ലാം കഴിഞ്ഞു. പുതിയ ബാലൻസ് ഷീറ്റ് എഴുതിയാൽ മതി. ഉണ്ടോ? പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് രണ്ടുപേർക്കും കൂടി കൊടുത്ത ക്യാപിറ്റൽ എത്രയാണ് മക്കളെ? 6 ലക്ഷം അല്ലേ? ഒരെണ്ണത്തിന് 4 ലക്ഷം, മറ്റേക്ക് 2 ലക്ഷം, അങ്ങനെ 6 ലക്ഷം. പിന്നെ ഡിബഞ്ചർ 1 ലക്ഷം. ട്രേഡ് പേബിൾ 60 എങ്ങനെ വന്നത്? 2 പേബിളും 2 പേരുടെ ക്രെഡിറ്ററും കൂടി. കണ്ട, ഒന്നാമത്തെ കമ്പനിയുടെ ക്രെഡിറ്റർ എത്രയാണ് പിള്ളേരെ? 50. രണ്ടാമത്തെ കമ്പനിയുടെ ക്രെഡിറ്റർ എത്രയാണ് പിള്ളേരെ? 10. അപ്പൊ 50ഉം 10ഉം എത്രയാണ്? 60. അതാണ് ഇവിടെ വന്നത്. പിന്നെ വരുമ്പോ എന്താണ്? അസറ്റ് അല്ലേ? അസറ്റ് ഏതൊക്കെയാണ് നോക്കിയേ. സൺട്രി അസറ്റ് ഇവിടെ 4 lakh, ഇവിടെ 2,10,000. അപ്പൊ 4ഉം 2ഉം കൂടി 6,10,000 ആണ് പുതിയ ബാലൻസ് ഷീറ്റിലെ സൺട്രി അസറ്റ്. ഗുഡ് വിൽ 1,13 ഉള്ളല്ല, ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ച് കാണിച്ചു തന്നല്ലോ. നമ്മൾ അവിടെ റിസർവ് കാണിക്കാതിരിക്കാൻ വേണ്ടി റിസർവ് കാണിച്ചു. റിസർവ് ഉണ്ടായിരുന്ന റിസർവ് ക്യാൻസൽ ചെയ്തു, ഫോർമേഷൻ എക്സ്പെൻസ് കട്ട് ചെയ്ത് കളഞ്ഞു, ഗുഡ് വില്ലിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്തു, ബാക്കിയുള്ള ഗുഡ് വിൽ. പിന്നെ ക്യാഷ് ബാലൻസ് നോക്കിയ മക്കളെ, ഇവിടെ എത്രയാണ് ക്യാഷ് ബാലൻസ് നോക്കിയേ? 30. രണ്ടാമത്തെ കമ്പനിയുടെയാ? 10. കണ്ട, അപ്പൊ 30ഉം 10ഉം 40.
അപ്പൊ ബാങ്ക് ബാലൻസ് എത്രയുണ്ട്? 40. അപ്പൊ നിങ്ങൾ വിചാരിക്കും ബാങ്ക് ബാലൻസ് 40 ആയിരിക്കും പുതിയ ബാലൻസ് ഷീറ്റിൽ എഴുതുന്നത്. അല്ല, ഇത് ഇന്നൊരു 3000 രൂപ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വന്നില്ലേ ക്യാഷ് ആയിട്ട്? അപ്പൊ ബാക്കി എത്രയുള്ളത്? 40 3 പോയാൽ 37. അപ്പൊ പുതിയ ബാലൻസ് ഷീറ്റിലെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് 37 ഉള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയാണ് രണ്ടും കൂടി കൂട്ടുമ്പോൾ 40 ഉണ്ടല്ലോ. 40 ഉണ്ടെന്നുള്ളത് ശരിയാണ്. അതിൽ നിന്നൊരു 3000 രൂപ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വന്നില്ലേ? അപ്പൊ അതും കൂടി കഴിഞ്ഞ് ബാക്കിയുള്ളതാണ്. അപ്പൊ ഇതോടുകൂടി ബാലൻസ് ഷീറ്റ് ടാലി ആയി. ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഇനിയുള്ള അടുത്ത പ്രോബ്ലത്തിൽ തൊട്ട് അവർ പർച്ചേസ് കൺസിഡറേഷൻ തരില്ല. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. അത് നെറ്റ് അസറ്റ് മെത്തേഡിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. അത് ഞാൻ ആദ്യത്തെ ദിവസം നമ്മളൊരു എക്സാമ്പിൾ ചെയ്താണ്. നെറ്റ് അസറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കണം എങ്ങനെയാണ്? ടേക്കൺ ഓവർ ചെയ്യുന്ന എല്ലാ അസറ്റിന്റെയും പുതിയ വാല്യൂ മൈനസ് ടേക്കൺ ഓവർ ചെയ്യുന്ന എല്ലാ ലൈബിലിറ്റിയും. അതായിരിക്കും പർച്ചേസ് കൺസിഡറേഷൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റെപ്പ് എല്ലാം ഇതുപോലെ തന്നെയാണ്. ഇനിയുള്ള എല്ലാ പ്രോബ്ലവും ബാക്കിയുള്ള എൻട്രികളും ലെഡ്ജറും ഒക്കെ ഇതുപോലെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ചെയ്ത എല്ലാത്തിന്റെ എൻട്രിയും കൂടി എഴുതേണ്ടി വരും കേട്ടോ. എൻട്രികൾ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. പ്രോബ്ലത്തിൽ ഇവരെ എഴുതിയിട്ടില്ല, ലെഡ്ജർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ എൻട്രിയും കൂടി എഴുതിക്കോ. എങ്ങനെയാണ് എൻട്രി എഴുതുന്നത്? ആദ്യത്തെ എൻട്രി ഞാൻ പഠിപ്പിച്ചായിരുന്നല്ലോ, എങ്ങനെ എൻട്രി എഴുതാൻ പഠിപ്പിച്ച. ഈ അസറ്റുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി എന്താണ്? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇത്രയും ഒന്നാമത്തെ എൻട്രി. രണ്ടാമത്തെ ലൈബിലിറ്റിയുടെ എൻട്രി, ഈ രണ്ട് ലൈബിലിറ്റി. അപ്പൊ എന്തായിരിക്കും? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, സൺട്രി ക്രെഡിറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. മൂന്നാമത്തെ പർച്ചേസ് കൺസിഡറേഷൻ എൻട്രി, XY ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. നാലാമത്തെ ഷെയർ പ്രോഫിറ്റ് പോകുന്ന എൻട്രി, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഹോൾഡർ. പിന്നെ ആ രണ്ട് ചാട്ടത്തിന്റെ എൻട്രി ഇല്ലേ, അത് എഴുതിയേക്കാം. അത് നോക്കി ഇങ്ങോട്ട് എഴുതിയേക്കാം. പിന്നെ ഷെയർ ഹോൾഡറിന്റെ എൻട്രി എന്തായിരിക്കും? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, P&L അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഹോൾഡർ. പിന്നെ ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ, പ്രിലിമിനറി എക്സ്പെൻസ്. ദെൻ ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ, ഷെയർസ്. അതോടുകൂടി ആദ്യത്തെ കമ്പനിയുടെ എൻട്രി ക്ലോസ് ആയി. ഇതുപോലെ തന്നെ രണ്ടാമത്തെ കമ്പനിയുടെ കൂടി എഴുതുക. അപ്പോൾ 2-3 പ്രാവശ്യം കേട്ട് പഠിച്ച് ചെയ്ത് പഠിക്കുക. ബാക്ക് ക്വസ്റ്റ്യൻ 2 എണ്ണം ഹോംവർക്ക് ചെയ്യട്ടെ. പുറകിലത്തെ 2 എണ്ണമാണ് ഹോംവർക്ക്, 1 ഉം 2.